ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഒരു മൊക്കാറയുടെ ഒരു ഫ്ലവറുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് നമ്മൾ കോൺടാക്റ്റ് ചെയ്തിരുന്നു വാട്സപ്പിലൊക്കെ. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ സംശയമായിട്ട് ചോദിച്ചിരുന്നു, ഇത് കുറച്ചുകൂടെ ഗ്രോത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്, അപ്പോൾ കട്ട് ചെയ്യാൻ അവർക്കൊരു പേടി, ഇത് എവിടെ വെച്ച് കട്ട് ചെയ്യണം, എങ്ങനെയാണ് കട്ട് ചെയ്ത പ്ലാന്റ് പോകുമോ എന്നൊക്കെ ഒരു സംശയം. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാന്റ് കട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് കണ്ടു, ഇത്രയും ഏരിയൽ റൂട്ട്സ് ഉള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പം ഏകദേശം ഒരു 1, 2, ഒരു 3 റൂട്ടെങ്കിലും ഉള്ളതിൻ്റെ താഴത്ത് വെച്ച് ഇത് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഒരു 2 റൂട്ടുള്ള പ്ലാന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്ലാന്റ് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഞാനിപ്പോൾ ഒരു 1, 2, 3, 4 റൂട്ടിൻ്റെ താഴത്ത് വെച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറയുന്ന ഒരു 4 റൂട്ടിൻ്റെ താഴത്ത് വെച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ നേരത്ത് ഈ കട്ട് ചെയ്യുന്ന കട്ടർ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈഡ്രോജൻ പെറോക്സൈഡിലൊക്കെ ഒന്ന് തൂത്ത് നല്ല സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നമ്മളെന്തെങ്കിലും ഒരു ഫംഗിസൈഡായിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പ്ലാന്റ് ചിലപ്പം ഒന്ന് ഉണങ്ങിപ്പോകാനുള്ളൊരു സാധ്യത കാണുന്നു. ഇങ്ങനെ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പ്ലാന്റിൻ്റെ ഏതെങ്കിലും ലീഫിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പുതിയ ഷൂട്ട് വരും. അത് ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല പ്ലാന്റ് ആയിട്ട് വളർന്നിങ്ങനെ വരും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു കട്ടിങ് കൂടെ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ താഴേക്ക് ഒരുപാട് റൂട്ടുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒരു കട്ടിങ് കൂടെ നമുക്ക് ചെയ്യാം. പക്ഷേ അപ്പോൾ ഇത് ഒന്ന് ഗ്രോത്ത് ആയി വരാനായിട്ട് ഇച്ചിരി താമസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഇതേ രീതിയിൽ ഈ ലീഫിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പുതിയ ഷൂട്ട് വരും. ചിലപ്പോൾ 1, 2 ഷൂട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ഷൂട്ട് വന്നത് ഞാൻ എക്സാമ്പിളായിട്ടൊന്ന് കാണിക്കാം. പ്ലാന്റിൻ്റെയും ഈ കട്ട് ചെയ്ത ഭാഗത്തും അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗിസൈഡ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ഒരു കമ്പി കെട്ടി തൂക്കിയിട്ട് നമുക്ക് ഹാങ് ചെയ്ത് എവിടെയെങ്കിലും കുറച്ച് ദിവസം ഹാങ് ചെയ്ത് ഇട്ടതിന് ശേഷം പ്ലാന്റ് ചെയ്യാം. അതായത് പെട്ടെന്ന് പ്ലാന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും നല്ല പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി നല്ല റൂട്ട് ഒക്കെ ഉള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കൊരു കാരണവശാലും ഈ പ്ലാന്റിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പ്ലാന്റ് ഹെൽത്തി ആയിട്ട് തന്നെ വളരും. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പ്ലാന്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള റൂട്ടും ഒക്കെ ആയിട്ടുള്ളൊരു പ്ലാന്റ് ഇതേ രീതിയിൽ കമ്പി ഉപയോഗിച്ച് നമുക്ക് സ്ട്രെയിറ്റായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ടൈ ഉപയോഗിക്കാം. ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ് ഹാങ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് പ്ലാന്റ് നന്നായിട്ട് ഹാങ് ചെയ്തിടാൻ കഴിയും. പ്ലാന്റ് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഷെയ്ഡിൻ്റെ താഴെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ പ്ലാന്റ് നന്നായിട്ട് സെറ്റാകും. പിന്നെ അതിന് ശേഷം നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു സമയത്ത് നമുക്ക് പ്ലാന്റ് പോട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ വാട്ടറിങ് മസ്റ്റായിട്ട് ഒരു 3 നേരമെങ്കിലും വാട്ടറിങ് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഇച്ചിരി ഒരുപാട് അങ്ങ് താത്തി തന്നെ നമ്മൾ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ കട്ട് ചെയ്തെടുത്തതിനകത്ത് കണ്ട 2 പുതിയ ഷൂട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഒരെണ്ണം ഇങ്ങനെ വരുന്നുണ്ട്, ഇതേ രീതി വരുന്നുണ്ട്. ഒരെണ്ണം ഇത്രയും ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല ഗ്രോത്തിലേക്ക് ഇനി വരും. പ്ലാന്റ് ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള നല്ല തൊണ്ടിനകത്ത് നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് കിടക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് 2 പ്ലാന്റ് നമുക്ക് ആക്ച്വലി ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഉണങ്ങിപ്പോകുന്നു മാത്രമേ ഉള്ളൂ. വേറെ പ്ലാന്റിന് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പ്ലാന്റ് ഇതുപോലെ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.